ഹിന്ദി പഠിക്കാം. ഹിന്ദി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം പ്രൊനൗൺസും പ്രിപ്പോസിഷൻസുമാണ്. ആദ്യമായി പഠിക്കുന്ന പ്രിപ്പോസിഷൻ ക, കെ, കി എന്നിവയാണ്. ഇതിന്റെ അർത്ഥം മലയാളത്തില് ഇന്റെ, ഉടെ എന്നൊക്കെ. ഉദാഹരണത്തിന് രാം ക എന്ന് പറഞ്ഞ രാമന്റെ, സീത ക എന്ന് പറഞ്ഞ സീതയുടെ. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും, എന്തിനാണ് ക, കെ, കി എന്നിങ്ങനെ 3 പ്രിപ്പോസിഷൻ എന്ന്. അത് ഹിന്ദിയിൽ ഓരോ വാക്യം പുല്ലിംഗം, സ്ത്രീലിംഗം, അതായത് സ്ത്രീ, പുരുഷൻ, പിന്നെ ബഹുവചനം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പൊ രാം കാ ബേട്ട, ബേട്ട ആൺകുട്ടി ആയതുകൊണ്ട് രാം കാ ബേട്ട എന്ന് പറയും. ബഹുവചനമാണെങ്കിൽ രാമന്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ രാം കെ ബച്ചേ എന്ന് പറയും. രാമന്റെ മകളാണെങ്കിൽ രാം കി ബേട്ടി എന്ന് പറയും. ഓർമ്മിക്കുക, രാമനെ അനുസരിച്ചല്ല, ആ കായന് ശേഷം അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന പദത്തിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാക്കേക്ക് കൊടുക്കുന്നത്. രാം കാ ഗർ, രാമന്റെ വീട്. കാരണം ഗർ എന്ന് പറയുന്നത് ഒരു പുല്ലിംഗമായിട്ടാണ് ഹിന്ദിയിൽ കാണുന്നത്. അതുപോലെ രാം കാ ബേട്ട മകനായതുകൊണ്ട്, രാം കി ബേട്ടി മകളായതുകൊണ്ട്, സീതാ കാ ബേട്ട സീതയുടെ മകൻ, സീതാ കി ബേട്ടി സീതയുടെ മകൾ. ഇങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്. അതുപോലെ മേ പ്ലസ് ക ഒരിക്കലും നമ്മൾ മേം ക എന്ന് പറയില്ല, മേം കി എന്നും പറയില്ല. അതിന് നമ്മൾ മേര എന്നാണ് പറയാ. മേരാ നാം രാഹുൽ ഹേ, എന്റെ പേര് രാഹുൽ ആണ്. യേ മേരാ ഫോൺ ഹേ, ഇവിടെയൊക്കെ ഫോണും രാഹുലും ഒക്കെ പുല്ലിംഗ ആയതുകൊണ്ടാണ് നമ്മൾ മേര ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ബേട്ടി എന്നാണെന്ന് വിചാരിക്കൂ. ബേട്ടി സ്ത്രീലിംഗമാണല്ലോ. അപ്പൊ എന്താ പറയാ? വോ മേരി ബേട്ടി ഹേ എന്നാണ് പറയാ. അമ്മയാണെങ്കിൽ വൗ മേരി മാം ഹേ എന്നാണ് പറയാ. കാരണം ഇവിടെ ബേട്ടിയും മായും സ്ത്രീലിംഗമായതുകൊണ്ട്. ഇനി ഒന്നിൽ കൂടുതലുള്ളതിനാണ് നമ്മൾ മേരെ, മേ പ്ലസ് കെ, അതായത് കെ ബഹുവചനമാണല്ലോ. യേ മേരെ ജൂത്തേ ഹേ, ഇതെന്റെ ഷൂസ് ആണ് എന്നാണ് പറയുക. കാരണം ചെരുപ്പ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുണ്ട്. അവൻ, അവൾ എന്നതിന് ഹിന്ദിയിൽ വഹ് എന്നാണ് പറയാ. പക്ഷെ ഒരിക്കലും നമ്മൾ അവളുടെ, അവന്റെ വീട്, അവന്റെ മകൻ എന്നൊക്കെ പറയാൻ വഹ്ക എന്ന് പറയില്ല. പകരം പറയുന്നത് ഉസ്ക എന്നതാണ്. യേ ഉസ്കാ ബേട്ട ഹേ, ഉസ്കാ ബേട്ട അവന്റെ അല്ലെങ്കിൽ അവളുടെ മകൻ. അത് പുല്ലിംഗമായതുകൊണ്ട് ഉസ്ക. ഇനി ബേട്ടി സ്ത്രീലിംഗമാണെങ്കിൽ ഉസ്കി ബേട്ടി. ഗർ എന്നത് പറയുന്നത് പുല്ലിംഗമായതുകൊണ്ട് ഉസ്ക ഗർ. ഇനിയിപ്പോ ഒന്ന് കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ, കപ്പടെ, ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ഉസ്കെ കപ്പടെ. ഈ രീതിയിലാണ് നമ്മൾ ഉസ്ക, ഉസ്കെ, ഉസ്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ പ്രിപ്പോസിഷനും പ്രൊനൗൺസും ആയിട്ടുള്ള ഡീറ്റെയിൽസും ആയിട്ട് നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് ചെയ്യാം. താങ്ക് യു.